എല്ലാ ഫാർമസി സ്റ്റുഡൻസിനും ഫാർമ മാജിക് ഫെയറുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 2025 നടന്ന ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് തയോഗ്ലൈക്കോലേറ്റ് ഫോംഡ് ഇൻ ദ ലിമിറ്റ് ടെസ്റ്റ് ഫോർ അയൺ ഷോസ് സ്റ്റേബിൾ പർപ്പിൾ കളർ ഇൻ ഡാഷ് മീഡിയം. പർപ്പിൾ കളർ തരുന്ന മീഡിയം ആൽക്കലൈൻ മീഡിയം. ആൻസർ ഈസ് ആൽക്കലൈൻ മീഡിയം. ഒരിക്കലും ഫെറസ് തയോഗ്ലൈക്കോലേറ്റ് കോംപ്ലക്സ് അസിഡിക് മീഡിയത്തിലോ ന്യൂട്രൽ മീഡിയത്തിലോ കളർ ഫോം ചെയ്യില്ല. അപ്പോൾ നമുക്ക് ലിമിറ്റ് ടെസ്റ്റിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള വൺ വേർഡ് നോക്കാം. ഫസ്റ്റ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിൽവർ ക്ലോറൈഡ് is formed in the limit test for chloride shows opalescence in the presence of dash. Answer is nitric acid. Then limit test for sulfur. Barium sulfate or white precipitate is formed in the limit test for sulfate shows turbidity in the presence of dash. Answer is dilute HCl. Heavy metal sulfide is formed in the limit test for heavy metals. In this reaction, the pH is adjusted between 3 and 4 by adding dash. Answer is dilute acetic acid or ammonia. Next question, the limit test for arsenic. Which gas gives a yellow color with the mercury chloride paper? Answer is arsine gas. The chemical formula is ASH3. വൺ വേർഡും കൂടെ ലിമിറ്റ് ടെസ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ കവർ ചെയ്ത് പോയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് വരാൻ ചാൻസ് ഉള്ള വൺ വേർഡ്സ് ആണ്. അടുത്ത് നമുക്ക് മെയിൻ ആയിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2, PM ഇൻഡിക്കേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഡാഷ് ടൈട്രേഷൻ. കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ പഠിക്കുന്നതിനോടൊപ്പം PM ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. PM ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇത് ഫ്രീ സീലേറ്റ് ആയിരിക്കുമ്പോൾ ഒരു കളറായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഫ്രീ സീലേറ്റ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ പങ്കെടുത്ത് മെറ്റൽ അയോണുമായി റിയാക്ട് ചെയ്യുമ്പോൾ എന്താവും, ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും അല്ലേ. ആ കോംപ്ലക്സിന് വേറൊരു കളറായിരിക്കും. അങ്ങനെ PM ഇൻഡിക്കേറ്റേഴ്സിന് 2 കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഫ്രീ സീലേറ്റ് ആയിരിക്കുമ്പോൾ ഒരു കളറും കോംപ്ലക്സ് ഫോം ചെയ്തതിന് ശേഷം വേറൊരു കളറും. ഇതിൻ്റെ ഫസ്റ്റുള്ള ആ കളറ് ചേഞ്ച് ചെയ്യുന്നത് എൻ പോയിന്റിലായിരിക്കും. എൻ പോയിന്റിൽ ചേഞ്ച് ചെയ്ത് വേറൊരു കളർ പ്രൊഡ്യൂസ് ചെയ്യും. PM, ദ വേർഡ് PM ഫുൾ ഫോം ഈസ് പാറ്റേൺ റീഡർ. നോൺ അക്യൂസ് ടൈട്രേഷനിലൊക്കെ ആണെങ്കിൽ എൻ പോയിന്റ് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സും വിഷ്വൽ മെത്തേഡ്സും ആണ്. ഓക്കെ, വിഷ്വൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡിക്കേറ്റേഴ്സാണ് അവിടെ യൂസ് ചെയ്യണത്. മെയിനായിട്ട് നോൺ അക്യൂസ് ടൈട്രേഷനിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന എക്സാമ്പിളാണ് ക്രിസ്റ്റൽ വയലറ്റ്, തൈമോൾ ബ്ലൂ. ഓരോ ടൈട്രേഷനിലും 2 എക്സാമ്പിളെങ്കിലും വെച്ച് അറിഞ്ഞിരിക്കണം. മെയിനായിട്ട് നോൺ അക്യൂസ് ടൈട്രേഷനിലാണെങ്കിൽ അസിഡിമെട്രി ഉണ്ട്, ആൽക്കലിമെട്രി ടൈട്രേഷനാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതിൽ അസിഡിമെട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. എൻ പോയിൻ്റ് ആകുമ്പോൾ വയലറ്റ് കളറായിരിക്കും നേരത്തെ ഉണ്ടായിരിക്കുന്നത്. ആ വയലറ്റ് കളർ ചേഞ്ചസ് ടു ബ്ലൂയിഷ് ഗ്രീൻ ആയിട്ട് മാറും. ആൽക്കലിമെട്രി ടൈട്രേഷനിലാണെങ്കിൽ എൻ പോയിൻ്റ് യെല്ലോ ചേഞ്ചസ് ടു ബ്ലൂ, അതായത് തൈമോൾ ബ്ലൂ യൂസ് ചെയ്യുമ്പോഴാണ് യെല്ലോ കളറ് ബ്ലൂ ആയിട്ട് മാറുന്നത്. റിഡോക്സ് ടൈട്രേഷനിലാണെങ്കിൽ എൻ പോയിന്റ് ഡിറ്റക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് തന്നെയാണ്. മെയിനായിട്ട് 4 ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യുന്നത്. 1 സെൽഫ് ഇൻഡിക്കേറ്റർ, 2 ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ, 3 എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ, 4 പൊട്ടൻഷ്യോമെട്രിക് മെത്തേഡ്സ്. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ എൻ പോയിന്റ് ഡിറ്റക്ട് ചെയ്യുന്നത്. നോക്കാം, സെൽഫ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ടൈട്രൻ്റ് തന്നെ ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യും. ഇനി എക്സ്റ്റേണൽ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് നോക്കാം. എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ വിച്ച് നെവർ ടാക്സ് പാർട്ട് ഇൻ ദ ഒറിജിനൽ കെമിക്കൽ റിയാക്ഷൻ. ഒറിജിനൽ കെമിക്കൽ റിയാക്ഷനിൽ ഒരു റിയാക്ഷനും ചെയ്യാനുള്ള റോള് ആർക്കില്ല, എക്സ്റ്റേണൽ ഇൻഡിക്കേറ്ററിനില്ല. ബട്ട് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് റിയാക്ഷൻ, ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഇറ്റ് ഓൾസോ ചേഞ്ചസ് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ ടു ഇൻഡിക്കേറ്റ് ദ എൻ പോയിന്റ്. ഇതെന്ത് ചെയ്യും, ഈ സൊല്യൂഷൻ്റെ കളർ ചേഞ്ച് ചെയ്യും. ആ കളർ ചേഞ്ച് ചെയ്യുന്നത് എന്തോന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, എൻ പോയിന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വിച്ച് ടേക്സ് പാർട്ട് ഇൻ ദ റിയാക്ഷൻ. ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്ത് ചെയ്യും, ഒരു റിയാക്ഷനിൽ പങ്കെടുക്കും. ആൻഡ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ടൈട്രേഷൻ ഇറ്റ് ചേഞ്ചസ് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ ഇൻഡിക്കേറ്റിംഗ് ദ ഷാർപ്പ് എൻ പോയിന്റ്. അപ്പോൾ ഇൻറ്റേർണൽ ഇൻഡിക്കേറ്ററിന് എക്സാമ്പിളാണ് ഫെറോയിൻ സൾഫേറ്റ്. റിഡോക്സ് ടൈട്രേഷനിൽ 4ാമത്തെ മെത്തേഡാണ് പൊട്ടൻഷ്യോമെട്രിക് മെത്തേഡ്. അവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റർ അതായത് സൊല്യൂഷൻ രൂപത്തിലിരിക്കുന്നതല്ല, ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യണത്. ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്സും അതോടൊപ്പം തന്നെ റെഫറൻസ് ഇലക്ട്രോഡ്സും യൂസ് ചെയ്യും.
സാധാരണയായിട്ട് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെരി ഡൈലൂട്ട് സൊല്യൂഷൻസിനും അതേപോലെ തന്നെ കളേർഡ് സൊല്യൂഷൻസിനുമാണ് നമ്മൾ പൊട്ടൻഷ്യോമെട്രിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ടർ ഈസ് ആഡഡ് ടു ഡൈലൂട്ട് HCl ആൻഡ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ഡാഷ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ആൻസർ ഈസ് echlorhydria or hypochlorhydria. That is, there is a deficient secretion of HCl acid in stomach. നമ്മുടെ സ്റ്റൊമക്കിലാണെങ്കിൽ HClൻ്റെ സെക്രീഷൻ കുറയുന്ന സമയത്ത് അതിൻ്റെ സെക്രീഷൻ കൂട്ടാൻ വേണ്ടി, അതായത് HClൻ്റെ സെക്രീഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഏജൻസിനെയാണ് അസിഡിഫയിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഹൈപ്പോക്ലോർഹൈഡ്രിയ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കുറയുക. ഹൈപ്പോ മീൻസ് എന്താണ്? കുറയുക. ഓക്കെ, അപ്പോൾ അത് കൂട്ടി അതിനെ നോർമൽ ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസിഡിഫയിങ് ഏജൻറ്റ് ആഡ് ചെയ്യുന്നതല്ല, കൊടുക്കുന്നത്. അസിഡിഫയിങ് ഏജൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അസിഡിഫയിങ് ഏജൻറ്റിൻ്റെ എക്സാമ്പിളാണ് ഡൈലൂട്ട് HClഉം ഗ്ലൂട്ടാമിക് ആസിഡും. അസിഡിഫയിങ് ഏജൻറ്റിൻ്റെ വേറൊരു നെയിമാണ് ഗ്യാസ്ട്രിക് അസിഡിഫയർ. ക്വസ്റ്റ്യൻ നമ്പർ 4, Quetiapine tablets are used in the treatment of dash. ആൻസർ സിസോപ്രീനിയ. അപ്പോൾ ക്വറ്റിയാപ്പിൻ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂറോലെപ്റ്റിക് ഡ്രഗ്സ് ആണ്, അല്ലെങ്കിൽ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഓർ റിലീഫ് സിംറ്റംസ് ഓഫ് സൈക്കോസിസ് ലൈക്ക് സൈസോപ്രീനിയ ആൻഡ് ബൈപോളാർ ഡിസോർഡർ. അപ്പോൾ ഇതൊരു ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ആണ്. ഒരു പേഴ്സൻ്റെ എബിലിറ്റിയെ ബാധിക്കുന്ന, അതായത് ചിന്തിക്കാനുള്ള എബിലിറ്റിയെയും അതേപോലെ തന്നെ ഫീലിങ്സിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് സൈസോപ്രീനിയ. അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ക്വറ്റിയാപ്പിൻ. ന്യൂറോലെപ്റ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാലും ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാലും മേജർ ട്രാൻക്വിലൈസേഴ്സ് എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഓക്കെ, അതർ നെയിമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 5, Atenolol is a second generation selective beta blocker, whereas dash is a first generation non-selective beta blocker. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറ്റിനോൾ എന്ന് പറയുന്നത് സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ്, പക്ഷെ അത് സെക്കൻഡ് ജനറേഷൻ ആണ്. ഇനി നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ബീറ്റ ബ്ലോക്കർ ഉണ്ട്, അത് എവിടെയുള്ളതാണ്? ഫസ്റ്റ് ജനറേഷൻ. അങ്ങനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ ഈസ് പ്രൊപ്രാനലോൾ. ഫസ്റ്റ് ജനറേഷൻ നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ഈസ് പ്രൊപ്രാനലോൾ. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗാണ്. 3 മാർക്സിനോ 5 മാർക്സിനോ ഒക്കെ ചോദിക്കാൻ സ്ട്രക്ചർ ഉൾപ്പെടെ പ്രൊപ്രാനലോളിൻ്റെ. അപ്പോൾ അതിൻ്റെ യൂസസും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ആൻറ്റി ഹൈപ്പർ ടെൻസീവ് ഏജൻ്റ് ആണ്, ആൻറ്റി അരിത്തമിക് ഡ്രഗാണ്, ആൻറ്റി ആൻസൈനലാണ്, യൂസ്ഡ് ടു ട്രീറ്റ് മൈഗ്രെയിൻ ഹെഡാക്സ് ആണ്, യൂസ്ഡ് ടു ട്രീറ്റ് ഫിയോക്രോമോസൈറ്റോമ. ഹൈപ്പർ ടെൻഷന് നമുക്ക് യൂസ് ചെയ്യാം, ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതാണ് ആൻറ്റി ഹൈപ്പർ ടെൻസീവ്. അടുത്ത് ആൻറ്റി അരിത്തമിക്, അരിത്തമിയ എന്ന ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ചെസ്റ്റ് പെയിൻ, അങ്ങനെ ചെസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിന് എന്ത് ചെയ്യാം? ആൻറ്റി ആൻസൈനലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ രണ്ട് ഡിസീസ് വേറെ പറയുന്നുണ്ട്. മൈഗ്രെയിൻ ഹെഡാക്സും ഫിയോക്രോമോസൈറ്റോമ ഇങ്ങനെയുള്ള ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഡ്രഗ് യൂസ് ചെയ്യും? പ്രൊപ്രാനലോൾ. ഇതാണ് പ്രൊപ്രാനലോളിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത് ഒരു നാഫ്തലിൻ റിങ്ങാണ്, 2 ബെൻസീൻ റിങ് അവിടെ പ്രസൻ്റ് ആണ്. അറ്റിനോളിൽ വരുമ്പം ഒരു ബെൻസീൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അറ്റിനോളായി. പക്ഷേ ഇവിടെ നമ്പറിങ് വ്യത്യാസമുണ്ട്. ഇവിടെ ഈ CH2ൽ 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 2, 3. ഓക്കെ, അടുത്ത ഇവിടെ ഈ ബെൻസീൻ റിങ്ങിൻ്റെ ഫസ്റ്റ് പൊസിഷനിലാണ് CH2CO NH2 അറ്റാച്ച് ചെയ്യും. അത് 6th ക്വസ്റ്റ്യൻ, Dilantin is a popular brand name of dash. Answer is Phenytoin. ഇതുപോലെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ബ്രാൻഡ് നെയിംസ് ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7, Cholinergic drugs mimic the actions of the neurotransmitter dash. Answer is acetylcholine. Question number 8, the group of drugs that blocks the euphoric എഫർട്സ് ഓഫ് ഒപ്പിയേഴ്സ് ആർ കാൾഡ് ഡാഷ്. ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒപ്പിയേഴ്സിൻ്റെ എഫർട്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഏജൻസ് ഏതെന്നാണ്? നാർക്കോട്ടിക് ആൻറ്റഗണിസ്റ്റ് ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9, സോഡിയം ഫ്ലൂറൈഡ് ആക്ട് എസ് എ ഡാഷ് ഏജൻറ്റ്. ആൻസർ ഈസ് ആൻറ്റി കാരീസ് ഏജൻറ്റ്. ഓക്കെ, ആൻറ്റി കാരീസ് ഏജൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പല്ലിലെ ഡെൻ്റൽ കാരീസ് കൂടാതിരിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ പല്ലിലുള്ള പോഡ് കൂടാതിരിക്കാൻ വേണ്ടി, അത് പോഡിനെ അടയ്ക്കാൻ വേണ്ടിയിട്ടല്ല, പോഡ് ഇനി അധികം അത് വഷളാകാതിരിക്കാനുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഏജൻറ്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 10, അട്രോപ്പിൻ സൾഫേറ്റ് ബ്ലോക്സ് ഡാഷ് റിസപ്റ്റേഴ്സ്. മസ്കാരിനിക് റിസപ്റ്റേഴ്സ് എന്ന് എഴുതിയാൽ ശരിയാണ്.
കോളിനർജിക് റിസപ്റ്റേഴ്സ് എന്ന് എഴുതിയാലും ശരിയാണ്. അട്രോപ്പിൻ സൾഫേറ്റ് ബ്ലോക്ക് ചെയ്യുന്നത് കോളിനർജിക് റിസപ്റ്റേഴ്സിനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഗിവ് വൺ യൂസ് ഓഫ് സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്. ആൻസർ ഈസ് കഥാർട്ടിക്സ് ഓർ used to treat constipation. Cathartics എന്ന് വെച്ചാൽ the agent which increase the peristaltic bowel movement and helps in the easy evacuation of bowels. ഓക്കെ, അതായത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിച്ച് നമ്മുടെ സ്റ്റൊമക്കിനെ എം ടി ആക്കുന്ന പ്രോസസ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. നെയിം ആൻ ആൻറ്റിബയോട്ടിക് വിത്ത് നൈട്രോബെൻസിൻ ആൻഡ് ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഇറ്റ്സ് സ്ട്രക്ചർ. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഏതോ ഒരു ആൻറ്റിബയോട്ടിക് ആണ്. ആൻറ്റിബയോട്ടിക്കിൽ ഏത് റിങ് വരും? നൈട്രോബെൻസിൻ റിങ് വരും. ക്ലോറിൻ ആണെങ്കിൽ എന്താണ്? അതിൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഏതാണ് ആൻറ്റിബയോട്ടിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ക്ലോറാംഫെനിക്കോൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ് ക്ലോറാംഫെനിക്കോൾ. ആൻറ്റിബയോട്ടിക്കിലുള്ളതാണ്. ടൈഫോയിഡിനും കോളറയ്ക്കും മെനിഞ്ചൈറ്റിസിനും അതുപോലെ കൺജങ്ടൈവൈറ്റിസിനും പ്ലാഗിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് ക്ലോറാംഫെനിക്കോൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗാണ്. ഇതിൻ്റെ സ്ട്രക്ചർ ഉൾപ്പെടെ ഇതാണ് ക്ലോറാംഫെനിക്കോളിൻ്റെ സ്ട്രക്ചർ. ഇതിൻ്റെ യൂസസും സ്ട്രക്ചറും ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13. നെയിം ദ ഹെട്രോസൈക്ലിക് റിംഗ് പ്രസൻറ്റ് ഇൻ ക്ലോർപ്രോമസിൻ. ക്ലോർപ്രോമസിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഹെട്രോസൈക്ലിക് റിംഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഫീനോതൈസിൻ. ഓക്കെ, ചിലപ്പോൾ ഓൺവേർഡിന് തന്നെ സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി ചോദിക്കാം ഫീനോതൈസിൻ്റെ ഒക്കെ. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫീനോതൈസിൻ്റെ സ്ട്രക്ചർ. നമ്പറിങ് ശ്രദ്ധിച്ച് നോക്കുക. അതുപോലെ ഇതിൻ്റെ നമ്പറിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രജൻ്റെ അടുത്തുള്ള ഈ ബോണ്ടിൽ 1 അങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സൾഫറിലെത്തുമ്പോൾ 5 ആയിരിക്കണം. 10 വരുന്നത് കറക്റ്റായിട്ട് നൈട്രജനിലായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. നെയിം എ ട്രൈ അസോളോ ബെൻസോഡൈസപ്പിൻ കോമ്പൗണ്ട് വിത്ത് ആൻറ്റി ആൻസൈറ്റി പ്രോപ്പർട്ടി. ആൻസർ ഈസ് അൽപ്രാസോളം. ട്രൈ അസോളോ അതെന്താണ്? 3 അസ ഗ്രൂപ്പ്സ് ആണ് അല്ലേ. അസ എന്ന് പറയുമ്പം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ ഹെട്രോ ആറ്റം, അതായത് നൈട്രജൻ ആണ് ഹെട്രോ ആറ്റം എങ്കിൽ അതിൻ്റെ പേരെന്താണ്? അസ എന്ന് ചേർക്കും. ഓക്സിജൻ ആണെങ്കിൽ ഓക്സ എന്ന് ചേർക്കും. സൾഫർ ആണെങ്കിൽ തയ എന്ന് ചേർക്കും. ഫോസ്ഫറസ് ആണെങ്കിൽ ഫോസ്ഫ എന്ന് ചേർക്കും. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ട്രൈ അസോള. അപ്പോൾ 3 നൈട്രജൻ ഗ്രൂപ്പ് അതിൽ വരും. അടുത്തൊരു കാര്യം പറയുന്നുണ്ട് ബെൻസോ ഡൈസപ്പീനാണ്. പിന്നെ അതിൻ്റെ യൂസും പറയുന്നുണ്ട് ആൻറ്റി ആൻസൈറ്റി എന്നാണ് അല്ലേ. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ട്രൈ അസോളോ അല്ലേ. അതായത് ട്രൈ എന്ന് പറയുമ്പോൾ 3 ആണ്. അസ എന്ന് പറയുമ്പോൾ നൈട്രജൻ ഗ്രൂപ്പാണ്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ ആണ് ഹെട്രോ ആറ്റം എങ്കിൽ ഓക്സ എന്ന് വരും. സൾഫർ ആണെങ്കിൽ തയ എന്ന് വരും. നൈട്രജൻ ആണെങ്കിൽ അസ എന്ന് വരും. ഫോസ്ഫറസ് ആണെങ്കിൽ എന്ത് വരും? ഫോസ്ഫ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രൈ അസോള എന്നാണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3 നൈട്രജൻ ഗ്രൂപ്പ്. ഇതിനോടൊപ്പം തന്നെ ഡൈസപ്പാമിൻ്റെ സ്ട്രക്ചറും ഒന്ന് നോക്കി വയ്ക്കുക. ആണ് അൽപ്രാസോളത്തിൻ്റെ സ്ട്രക്ചർ. ട്രൈ അസോളോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്. ഒരു നൈട്രജൻ ഇവിടെ, അടുത്ത നൈട്രജൻ ഇവിടെ, അടുത്ത നൈട്രജൻ ഇവിടെ. അതിന് നമ്പറിങ് ചെയ്യില്ല. ഓക്കെ, അടുത്തൊരു കാര്യം പറയണുണ്ട് ബെൻസോ ഡൈസപ്പീനാണ്. പിന്നെ അതിൻ്റെ യൂസും പറയണുണ്ട് ആൻറ്റി ആൻസൈറ്റി എന്നാണ് അല്ലേ. മെയിനായിട്ട് ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ സ്ട്രക്ചറിൻ്റെ നമ്പറിങ്ങും നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്പർ 15. ഗീവ് ദ ഒപ്റ്റിമം സ്റ്റോറേജ് ടെമ്പറേച്ചർ ഫോർ അൺഓപ്പൺഡ് വയൽസ് ഓഫ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ വയൽസ് ഫോമിലുള്ള ഇൻസുലിനെ എവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യേണ്ടത്? ഒരിക്കലും ഇൻസുലിൻ എവിടെ വയ്ക്കാൻ പാടില്ല? ഫ്രീസറിൽ വയ്ക്കാൻ പാടില്ല. ഡോർ സ്റ്റോറേജ് ആണ് ഇൻസുലിന് വേണ്ടത്, അതായത് 2 to 8 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. നെയിം എ ഡ്രഗ് വിച്ച് ഈസ് അഡ്മിനിസ്റ്റേർഡ് സബ്ലിംഗ്വലി. അതായത് ഈ ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ നാക്കിൻ്റെ അടിയിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, വിഴുങ്ങേണ്ട ഡ്രഗ് അല്ല, നമ്മുടെ സബ് ലിംഗ്വലായിട്ട് പ്ലേസ് ചെയ്യേണ്ട ഡ്രഗ്. ആൻറ്റി ആൻജൈനൽ ഡ്രഗ് ആണ് ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ്. 17. വിച്ച് നോൺ ഓർഗാനിക് ഡ്രഗ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ തെറാപ്പി. ആൻസറിൽ സിസ്പ്ലാറ്റിൻ. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് എഴുതാം. റേഡിയോ ഐഡ്, റേഡിയോ ഗോൾഡ്, റേഡിയോ. നമ്പർ 18. വാട്ട് ആർ ഗ്ലിപ്റ്റിൻസ് യൂസ്ഡ് ആസ്. ഗ്ലിപ്റ്റിൻ ഡ്രഗുകൾ നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഗ്ലിപ്റ്റിൻ ഡ്രഗ് എന്ന് പറയുമ്പോൾ സാക്സാഗ്ലിപ്റ്റിൻ, വിൽഡാഗ്ലിപ്റ്റിൻ, സീറ്റാഗ്ലിപ്റ്റിൻ ഇതെല്ലാമാണ് വരുന്നത്. ഓക്കെ, ഇതെല്ലാം ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസ് ആണ്. അതായത് ആൻറ്റി ഡയബറ്റിക് ഏജൻസ്, ഡയബറ്റിക്സ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഗ്ലിപ്റ്റിൻ ഡ്രഗ്സ്. ടാബ്ലറ്റ് ആയിട്ടാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ഡ്രഗ് ഹാസ് ദ IUPAC നെയിം 4,4-diaminodiphenyl sulfone. Okay, answer is
ഡാപ്സൺ ആൻറ്റി ലെപ്രോട്ടിക് ആയിട്ടുള്ള ഡ്രഗാണ് ഡാപ്സൺ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ ഉൾപ്പെടെ നോക്കി വയ്ക്കുക. ഇതാണ് ഡാപ്സൻ്റെ സ്ട്രക്ചർ. 2 ബെൻസീൻ റിംഗ് ഉണ്ട്. ആ 2 ബെൻസീൻ റിങ്ങിൻ്റെ 4th പൊസിഷനിലും 4' പൊസിഷനിലായിട്ട് 2 അമിനോ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഈ ബെൻസീൻ റിങ്ങിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് SO2 ഗ്രൂപ്പ്സ്, ഡൈ അമിനോ, ഡൈ ഫിനൈൽ സൾഫോണിൽ ഗ്രൂപ്പ്സ്. DDS എന്നും ഇതറിയപ്പെടും. ലെപ്രോട്ടിക് ആണ്. അതേപോലെ ആൻറ്റി മലേറിയൽ ഡ്രഗാണ്. യൂസ്ഡ് ടു ട്രീറ്റ് ഡെർമറ്റൈറ്റിസ്. ഇതെല്ലാമാണ് ഡാപ്സൻ്റെ യൂസ്. കുഷ്ഠരോഗത്തിന് യൂസ് ചെയ്യും. മലേറിയക്ക് എന്ന ഡിസീസിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതായത് ക്ലോറോക്വിൻ എന്ന ഡ്രഗ് കൊടുക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന മലേറിയ ഉണ്ട്. ഓക്കെ, ക്ലോറോക്വിൻ എന്ന് പറയുന്ന ഡ്രഗ് കൊടുക്കുമ്പോൾ അതൊട്ടും ഏൽക്കില്ല. അങ്ങനെയുള്ള മലേറിയയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഡ്രഗാണ് ഡാപ്സൺ. സോ ഇറ്റ് ഈസ് ആൻറ്റി മലേറിയൽ. ഓക്കെ, അതേപോലെ യൂസ്ഡ് ടു ട്രീറ്റ് ഡെർമറ്റൈറ്റിസ്, സ്കിന്നിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യും? ഡാപ്സൺ യൂസ് ചെയ്യും. Question number 20. Name the anti-malarial drug extracted from the dried leaves of sweet wormwood plant. Answer is artemisinin. ഇതോടുകൂടെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ട്, അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ്റെ വീഡിയോ അടുത്ത പാർട്ടിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.